വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുനേട്ടൻ്റെ തീരുമാനം ഉറച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം അമ്മയെ ജയിലിലേക്ക് അയക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് വേണ്ട, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പിരിയാം, ഒരുപാട് സ്നേഹിച്ചിരുന്നവർ തമ്മിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അർജുൻ ഉറപ്പിച്ച് പറയുകയാണ്. അന്നേരം ഒരു തവണയെങ്കിലും അർജുനേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പ്രീതി അവസാനം ഡിവോഴ്സ് പെറ്റീഷൻ എടുത്ത ശേഷം തറയിലേക്ക് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇതല്ലേ പെറ്റീഷൻ, അർജുനേട്ടൻ്റെ ഒപ്പ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കിയിട്ട് ഒരു പേന ആരെങ്കിലും തരുമോ എന്നും പറഞ്ഞ് എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് വസുമതി ഇതാ പേന എന്നും പറഞ്ഞ് പേന നീട്ടുകയാണ്. തുടർന്ന് ശാലിനി വന്ന് പ്രീതിയുടെ തോളിൽ പിടിക്കുന്നുണ്ട്, ഒപ്പിടരുതെന്നും പറഞ്ഞ്. അന്നേരം ശാലിനി ഇതിൽ ഇടപെടണ്ട, ഞാൻ സത്യഭാമയുടെ മകളാണ് എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ പ്രീതി പറയുകയാണ്. തുടർന്ന് അർജുനുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഓർത്ത് പണ്ടത്തെ ജീവിതങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് ആ പേപ്പറിലേക്ക് കരഞ്ഞുകൊണ്ടങ്ങ് ഒപ്പിടുകയാണ് പ്രീതി. അന്നേരം ആ പ്രീതിയുടെ അവസ്ഥയിൽ ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ് രാഘവൻ നായരും ശാലിനിയും വിഷ്ണുവും പിന്നെ അർജുനും സത്യഭാമയും ഒക്കെ. തുടർന്ന് ആ പേപ്പർ പ്രീതിയുടെ അടുത്ത് നിന്നും ബലമായിട്ടങ്ങ് പിടിച്ചെടുക്കുകയാണ് വസുമതി. എന്നിട്ടത് വായിച്ചങ്ങ് ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒപ്പിട്ട് തീർന്ന പ്രീതി പെട്ടെന്ന് തലകറങ്ങി അങ്ങ് തറയിലേക്ക് വീഴുകയാണ്. അന്നേരം ശാലിനി ഓടി ചെല്ലുന്ന മടിയിലേക്കെടുത്ത് കിടത്തുകയാണ് പ്രീതിയെ. പ്രീതി എന്നും പറഞ്ഞ് സത്യഭാമയും രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ തട്ടി വിളിക്കുകയാണ്. അന്നേരം പ്രീതി എന്നും പറഞ്ഞ് അർജുൻ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോകുമ്പോൾ വസുമതി തടയുകയാണ്. ഇതൊക്കെ അവളുടെ അടവാണ്, അഭിനയിക്കാൻ അവളെ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇവിടെ നീ തോറ്റുപോയാൽ പിന്നെയും നീ ഇത് ചുമക്കേണ്ടി വരും, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അർജുനെ ബലമായിട്ട് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയാണ് വസുമതി. അന്നേരം അർജുനൊക്കെ പുറകെ തിരിഞ്ഞു നിന്ന് വിഷ്ണു വിളിക്കുന്നുണ്ട്. പക്ഷേ വസുമതി അർജുൻ്റെ പിടിവിടുന്നില്ല. തുടർന്ന് പ്രീതിയുടെ ബോധം പോയല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം വേണ്ട അച്ഛാ, എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ മിഷൻ ഹോസ്പിറ്റലിലുണ്ട്, ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൂട്ടുകാരി ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. ഇതേസമയം പ്രീതിയെ ഡോക്ടർ അകത്ത് പരിശോധിക്കുമ്പോൾ പുറത്തെല്ലാവരും ആകെ ടെൻഷനിലാണ്. സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാണിപ്പോൾ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ബോധം കെട്ട് വീണത്, ഇനിയിപ്പോൾ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടതിനെ പറ്റി വസുമതി ആൻറ്റിയിൽ നിന്നും പ്രീതി പിടിച്ചു പറ്റാനായിരിക്കുമോ, പേര് തന്നെ പ്രീതി എന്നല്ലേ എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. അതേസമയം ശാലിനിയും ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ ആ പെറ്റീഷനിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ ആദ്യം പിടിച്ച ആ പാവത്തിനൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ ശാലിനിയും പ്രാർത്ഥിക്കുകയാണ്. ഇതേസമയം അകത്ത് പരിശോധിക്കുന്ന ഡോക്ടറിന് എന്തൊക്കെയോ സംശയം കാരണം വീണ്ടും പ്രീതിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ. തുടർന്ന് ഡോക്ടർ വാട്സപ്പിൽ ശാലിനിക്ക് മെസ്സേജ് അയച്ച് ശാലിനിയെ അകത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് വന്ന ശാലിനിയോട് ഡോക്ടർ വിവരം പറയുകയാണ്. പറയാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് ഞാൻ സ്ഥിരീകരിച്ച കാര്യമാണ്, പ്രീതിയുടെ വയറ്റിൽ ഇപ്പോഴും ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാകും, അന്ന് കേസൊക്കെ ആയതല്ലേ, നീ അതൊക്കെ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അബോർഷനായി പോയതല്ലേ എന്നും ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അബോർഷനായി പോയി എന്നുള്ളത് ശരി തന്നെയാണ്, ഒരു പക്ഷേ അന്ന് പ്രീതിയുടെ വയറ്റിലുണ്ടായിരുന്നത് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കാം, ഒരു കുഞ്ഞിനെ ആയിരിക്കാം അന്ന് നഷ്ടപ്പെട്ടത്, പക്ഷേ ഒരു കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ട്, ഇത് സത്യമാണ്, ഞാൻ സ്ഥിരീകരിച്ച കാര്യമാണ് എന്ന് ഡോക്ടർ തറപ്പിച്ച് ശാലിനിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ശാലിനി ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്ന് പ്രീതിയുടെ വയറിലൊക്കെ തലോടി നോക്കുകയാണ് ശാലിനി. തുടർന്ന് കുറച്ചുകൂടി വ്യക്തമായ ഡോക്ടർ പറയുകയാണ്, വിഷപ്രയോഗത്തിലൂടെയാണല്ലോ ഒരു കുട്ടിയെ നഷ്ടമായത്, അപ്പോൾ ഈ കുട്ടിക്കും അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഒരു സ്കാനിങ്ങിലൂടെ മാത്രമേ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ, അതുകൊണ്ടൊരു ടെസ്റ്റ് ചെയ്യണം. ഇതറിഞ്ഞപ്പോൾ ശാലിനിയോട് എനിക്ക് പറയണമെന്ന് തോന്നി, ഇനി സത്യഭാമയോടും ബാക്കി എല്ലാവരോടും കാര്യങ്ങൾ പറയാം എന്ന് ഡോക്ടർ പറയുകയാണ്. അന്നേരം അന്ന് അബോർഷനായ സംഭവങ്ങളും ഡോക്ടർ പറഞ്ഞപ്പോൾ സത്യഭാമയുടെയും അർജുൻ്റെയും അവസ്ഥയും പ്രീതിയുടെ അവസ്ഥയും ഒക്കെ ശാലിനി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഇപ്പോൾ ഇത് തൽക്കാലം ആരോടും പറയണ്ട, സത്യഭാമയോടൊന്നല്ല പ്രീതിയോട് പോലും പറയണ്ട, ഒരു കുഞ്ഞിൻ്റെ കൊലയാളി ഇപ്പോഴും സത്യഭാമയുടെ വിശ്വസ്തയായി ഈ വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പോൾ ഇനി ഒരു കുഞ്ഞ് വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പ്രീതി കൂടി അറിഞ്ഞാൽ അവളുടെ പ്രതീക്ഷകൾ ഇനിയും ചിലപ്പോൾ ഉടലെടുക്കും. പക്ഷേ ഇനി ആ കുട്ടിക്ക് സ്കാനിങ്ങിലൂടെ വിഷപ്രയോഗത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അത് താങ്ങാനായിട്ട് പ്രീതിക്ക് കഴിയില്ല, ചിലപ്പോൾ ഒരു ആത്മഹത്യയോ മനോരോഗ ആശുപത്രി ആയിരിക്കും അവളുടെ പിന്നീടുള്ള ജീവിതം, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട, ഇതിൽ നിന്നും അവളൊന്ന് രക്ഷപ്പെട്ട് വരട്ടെ പ്ലീസ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അവസാനം ഡോക്ടർ അത് ആരോടും പറയില്ല എന്ന് ശാലിനിയോട് സമ്മതിക്കുകയാണ്.
ഇതേസമയം പുറത്തുനിന്ന് ആകെ ചിന്തിച്ചു കൂട്ടുന്ന സുസ്മിത സത്യഭാമയോട് പറയുകയാണ്, ശാലിനി അകത്തേക്ക് പോയിട്ട് കുറേ നേരമായല്ലോ, അവൾക്ക് മാത്രമായിട്ട് എന്താണ് ഡോക്ടറോട് പറയാനുള്ളത്, നമ്മൾ കേട്ടുകൂടാത്തതായിട്ട് എന്താണ് കാര്യം, വാ നമുക്കും പോകാമെന്ന് സുസ്മിത പറയുന്നുണ്ട്. അത് കേട്ട് രാഘവൻ നായർക്കും വിഷ്ണുവിനും ദേഷ്യമാവുന്നുണ്ട്. വിഷ്ണു അങ്ങ് പല്ലും കടിച്ചു പിടിച്ച് സുസ്മിതയ്ക്ക് നേരെ ചാടി കയറുകയാണ്. എടി മിണ്ടാതെ അവിടെ ഇരുന്നോളണം, നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് എന്ന് പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് അറിയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, വിഷ്ണുവേട്ടൻ എന്തിനാ ചാടിക്കടിക്കുന്നത് എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം കള്ളത്തരം എന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയെ നോക്കി അങ്ങ് പല്ല് കടിച്ചു പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം സുസ്മിതയോട് സത്യഭാമ പറയുന്നുണ്ട്, ശരി വാ നമുക്ക് പോയി നോക്കാമെന്നാ. തുടർന്ന് അകത്തേക്ക് വന്ന സത്യഭാമ എന്താ ശാലിനി, എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് ചൂടാവുകയാണ് ഡോക്ടറോടും ശാലിനിയോടും. നിങ്ങൾ എത്ര നേരമായി ഇവിടെ സംസാരിക്കുന്നു, പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ശാലിനിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് വിളിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ്, എന്തോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഡോക്ടർക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അതിപ്പോൾ പ്രീതിയുടെ കാര്യം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രീതിയുടെ കുഞ്ഞിൻ്റെ കാര്യവും പറയേണ്ടി വന്നു, ഹെൽത്ത് കണ്ടീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതും സംസാരിച്ചതാണ്, അല്ല സുസ്മിതയുടെ അഭിപ്രായത്തിൽ പ്രീതിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നാണോ എന്ന് സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും കാര്യം സുസ്മിതയ്ക്ക് അറിയാമെങ്കിൽ അതും കൂടി പറഞ്ഞു തന്നാൽ മതിയായിരുന്നു എന്ന് കളിയാക്കുകയാണ്. എന്നിട്ട് സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യാമ്മയെ ശാലിനി വിളിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്, ഇനിയിപ്പോൾ മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നൊരപേക്ഷയുണ്ടെന്ന് ഡോക്ടർ പറയുകയാണ്, മുഖം മുഷിഞ്ഞു തന്നെ. അന്നേരം അയ്യോ ഡോക്ടർ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് വേണ്ടി ഡോക്ടറോട് മാപ്പ് ചോദിക്കുകയാണ് സത്യഭാമ. തുടർന്ന് അത് ശരിവെച്ച് രാഘവൻ നായരും പറയുന്നുണ്ട്, സുസ്മിതയും ഒരു പേഷ്യൻ്റാണ്, പാരമ്പര്യമായിട്ട് സംശയരോഗമുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് അച്ഛനമ്മമാരിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നത്, ഡോക്ടർ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അന്നേരം ഇയാളെ ഞാൻ ഇന്ന് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് പല്ലൊക്കെ കടിച്ചു പിടിക്കുന്നുണ്ട് രാഘവൻ നായരെ നോക്കി. തുടർന്ന് പ്രീതിക്ക് എങ്ങനെയുണ്ടെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രക്തത്തിൻ്റെ കുറവുണ്ട്, അതാണ് വിളർച്ചയും തലചുറ്റി വീണതുമൊക്കെ, ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം, നല്ല വിറ്റാമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ ഞാൻ കൊടുത്തു വിടാം, ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും ചെക്കപ്പ് വേണമെന്ന് അങ്ങോട്ട് ശാലിനി ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്. അന്നേരം ഹെൽത്ത് കണ്ടീഷൻ ശരിയായെന്നുള്ള ചെക്കപ്പ് വേണം, ഇടയ്ക്ക് പ്രീതിയെയും കൂട്ടി ശാലിനി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ആ പറയുന്നതിൽ സുസ്മിതയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.